ഒരു വിമർശകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അഭിപ്രായം പറയേണ്ടിടത്ത് മാത്രം അഭിപ്രായം പറയുകയും ചെയ്യുന്ന മിതഭാഷിണിയായ ഒരു വിമർശകനായിരുന്നു. അദ്ദേഹം മിതഭാഷയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ കരുത്തും വ്യാപ്തിയുമുണ്ട് എന്ന് കേരളം പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനി ആരിൽ നിന്നാണ് അങ്ങനൊരു അനുഭവം ഉണ്ടാവുക എന്നതാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അവിടെ നോക്കുമ്പോൾ മുമ്പിൽ ഇപ്പോൾ ശൂന്യത മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളത്തിനുള്ള നഷ്ടമാണ്, മലയാളക്കരയുടെ നഷ്ടമാണ്. മലയാളക്കര ദുഃഖിക്കുന്നതോടൊപ്പം എനിക്ക് തോന്നുന്നത് അത് ആശുപത്രിയിൽ അദ്ദേഹം അത്യാസന്ന നിലയിൽ കിടക്കുന്നു എന്ന് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന്. ആ പ്രതീക്ഷ 4 നാൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടായുള്ളൂ എന്നതിലുള്ളൊരു ദുഃഖം എനിക്കുണ്ട്.